ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്രീ ടൈം ടൈൽസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വിഷു സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് ക്ലേ ഉപയോഗിച്ചിട്ടാണ് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യണം, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ബോട്ടിൽ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ അളവിൽ തന്നെ ഞാൻ കുറച്ച് ഫെവിക്കോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ അളവിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടിപ്പോകാൻ പാടില്ല. നമ്മുടെ ഫെവിക്കോളും അധികം കൂടിപ്പോകാൻ പാടില്ല, എങ്കിൽ നമുക്ക് ബോട്ടിൽ പെയിൻറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി അതത്ര പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. എന്നിട്ട് ഞാനിവിടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു സ്പഞ്ച് ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് നമ്മൾ ബോട്ടിൽ പെയിൻറ്റ് ചെയ്തെടുക്കാനുള്ള ടെക്നിക്കാണ്. സ്പഞ്ച് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ഇതിനെ ബോട്ടിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതുപോലെ 2 വട്ടം അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം അടിച്ചു ഉണങ്ങിയതിന് ശേഷം 2ാമത്തെ കോട്ട് അടിച്ചു കൊടുത്തിട്ടാണ് ഞാനിവിടെ കുപ്പി പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാ കണ്ടു, നല്ല പെർഫെക്റ്റായിട്ട് ഞാനിവിടെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വിഷു സ്പെഷ്യൽ ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്രീൻ കളർ ക്ലേ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ലൈറ്റ് ഗ്രീൻ കളർ ക്ലേ ആണ് കേട്ടോ. അപ്പോൾ ഈ ക്ലേ ഈ കളറോട് കൂടി തന്നെ ഞാൻ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കളേർഡ് ക്ലേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ക്ലേ വെച്ച് ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് കളർ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കളർ ഉണ്ടായതുകൊണ്ട് ഞാൻ അതെടുത്തതേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ലൈറ്റ് ഗ്രീൻ ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഇച്ചിരി നൂലായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തടിയിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കൈവച്ച് ഇങ്ങനെ പരത്തുവാണെങ്കിൽ നമുക്കിതുപോലെ വള്ളിയായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഞാൻ ബോട്ടിൽ വളച്ചത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കണിക്കൊന്നയാണ് കേട്ടോ ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബോട്ടിൽ നമ്മുടെ വിഷു സ്പെഷ്യലായിട്ട് കണിക്കൊന്നയാണല്ലോ മെയിൻ. അപ്പോൾ നമ്മുടെ കണിക്കൊന്നയാണ് ഞാനിവിടെ ബോട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്ലേ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു അറേഞ്ച്മെൻറ്റിൽ ഇവിടെ ബോട്ടിൽ ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ആ ഒരു വള്ളി ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് 2-3 വള്ളികൾ ഞാൻ സൈഡിലായിട്ട്, അപ്പത്തെ സൈഡിലായിട്ട് ഇപ്പോഴത്തെ സൈഡിലായിട്ടൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ചുരുട്ടിയെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലേ ഇല്ലെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ ലൈറ്റ് ഗ്രീൻ കളർ കമ്പിളി നൂലില്ല, അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ക്ലേ വെച്ചിട്ട് ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് നമുക്കത് കിട്ടുകയും ചെയ്യും. എന്നിട്ട് നമ്മുടെ കണിക്കന്നയുടെ പൂവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ കളർ ക്ലേ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ലൈറ്റായിട്ടുള്ള യെല്ലോ ആണ്. ഇവിടെ കണിക്കൊന്ന പെർഫെക്റ്റ് കളറായിട്ട് ഇത് വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട്. നമുക്ക് പൂ ഉണ്ടാക്കാനുള്ളൊരു എളുപ്പ വഴിയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഉണ്ടയാക്കിയിട്ട് നമ്മുടെ താഴത്തെ എണ്ടൊന്ന് കൂർപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ പൂവിൻ്റെ ഇതള വെട്ടത്തില്ലേ, അപ്പോൾ കണിക്കൊന്നയ്ക്ക് ആക്ച്വലി 5 ഇതളാണ് ഉള്ളത്. നമുക്കിവിടെ 4 ഇതളെ വെട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ 4 ഇതളാക്കി വെട്ടിയെടുത്തിട്ട് ഇതളുകൾ ഒന്ന് നമ്മുടെ വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ഇതളായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, വളരെ ഈസി ആയിട്ട് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അച്ചൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് അടിപൊളി പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് വലിയ പൂക്കളും ചെറിയ പൂക്കളൊക്കെ ആയിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് പൂവിന് അവിടെ ആയിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം വലിയ പൂക്കളില്ലേ, അപ്പോൾ ഞാൻ വലിയ പൂക്കൾ ചെയ്ത് വെച്ചത് അത് ഞാൻ മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ കണക്കൊന്ന് നോക്കിയാൽ അറിയാം, ആദ്യം വലിയ പൂക്കളും പിന്നെ താഴത്തേക്ക് വരുമ്പോഴത്തേക്ക് മുട്ടുകളും പിന്നെ ചെറിയ ചെറിയ പൂക്കളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ബോട്ടിലും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഞാൻ ആദ്യം 3 വലിയ ഫ്ലവേഴ്സ് മുകളിൽ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് താഴെയായിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഒരു ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇടകലർത്തി ഒട്ടിക്കുന്നതെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്ത പൂക്കളാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുട്ടുകൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ടുകൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ നേരത്തെ പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ താഴത്തെ എൻഡ് ഒന്ന് നീട്ടിയെടുത്തില്ലേ, അപ്പോൾ അതിന് ചെറുത് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനത് ഈ ഒരു രീതിയിൽ നമ്മുടെ കണിക്കൊന്നയുടെ മുട്ട് മാതിരി ഇതിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടൊട്ടിക്കുമ്പോൾ ആദ്യം വലിയ മുട്ടൊട്ടിക്കുക, താഴേക്ക് വരുമ്പോൾ ചെറുതായിട്ട് കൊണ്ടുവരിക. എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു ഭംഗി വരത്തുള്ളൂ കേട്ടോ, നമ്മുടെ കണിക്കൊന്നയുടെ ഒരു ഭംഗി വരത്തുള്ളൂ. അപ്പോൾ ഇതാ കണ്ടു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ മറ്റ് 2 എൻഡും കൂടെ ഈ മുട്ട ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കി അടിപൊളിയായിട്ട് നമ്മൾ കണിക്കൊന്ന ചെയ്തെടുത്തിട്ടുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കി ഒരു ഒറിജിനാലിറ്റിയിലേക്ക് കാണാൻ, അതുപോലെ തന്നെ ആ ക്ലേയുടെ കളറും അടിപൊളിയായിട്ട് മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണിക്കൊന്നയുടെ വലിയ പൂക്കളിൽ നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ നടുക്കുന്ന ഒരു പച്ച നാര് മാതിരി ഇങ്ങനെ തൂങ്ങിക്കിടക്കത്തില്ല. അപ്പോൾ അത് നമുക്കൊന്ന് വച്ച് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ലൈറ്റ് ഗ്രീൻ കളർ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുമ്പോൾ നമുക്ക് നല്ല നൈസ് നൂലായിട്ട് കിട്ടും. അപ്പോൾ അത് ഞാൻ ഓരോ പൂവിനെ നടുക്കെടുത്താൽ ഇത് മാതിരി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുമാതിരി എല്ലാ പൂക്കളിലും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ചെറിയ പൂക്കൾ ഒഴികെ. അപ്പോൾ ഇതാ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇല ഉണ്ടാക്കാം. അപ്പോൾ ഇല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതേപോലെ പരത്തി എടുത്തിട്ട് ലീഫിൻ്റെ ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ലീഫിൻ്റെ ഷേപ്പ് ആക്കിയെടുത്താലും മതിയാകും, നമുക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ചധികം ഇലകൾ വലുതും ചെറുതായിട്ട് ഞാനിവിടെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലീഫെല്ലാം നമുക്കൊരു അവിടെ ആയിട്ട് അങ്ങ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നിരത്തി ഒട്ടിക്കാണ്ട് ഇടയ്ക്കും മുറയ്ക്കൊക്കെ ഒട്ടിച്ച് കൊടുത്താൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നും കേട്ടോ, ഒരു ഒറിജിനാലിറ്റി ഒക്കെ തോന്നിപ്പിക്കും. അപ്പോൾ ഞാൻ വലുതും ചെറുതായിട്ടുള്ള ഇലകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മടങ്ങിയിരിക്കുന്നത് പോലെയോ ഒതുങ്ങിയിരിക്കുന്നത് പോലെയൊക്കെ വെച്ച് കൊടുക്കാം. നമുക്ക് ക്ലേ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനൊരു ലീഫിൻ്റെ ആ ഒരു വരയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞ് വിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഒട്ടിക്കുന്നതിന് മുമ്പേ വേണമെങ്കിൽ വരയാം, അതാണ് കുറച്ചുകൂടെ ഈസിന്ന് തോന്നും. ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇച്ചിരി പാടായിരുന്നു, എന്നാലും വളരെ ശ്രദ്ധിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പോറി വിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ്ടോ, നമ്മുടെ ലീഫൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് നമ്മുടെ എൻഡൊക്കെ ചെറുതായിട്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് മടക്കിയൊക്കെ വെച്ചു. അപ്പോൾ ഇതാകണ്ടു, അടിപൊളിയായിട്ട് ഞാനിവിടെ വിഷു സ്പെഷ്യൽ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് വിഷു ആശംസകൾ. ആൻഡ് വീണ്ടും കാണുവരെ ബൈ ബൈ, സീ യു അഗെയിൻ.